അങ്ങനെയാണോ അല്ലല്ല ബാംഗ്ലൂരിൽ നിന്ന് അല്ലല്ല കേൾക്ക് അല്ലല്ല അതൊക്കെ ഗവൺമെന്റാണ് മുൻകൈ എടുക്കേണ്ടത്. ഞങ്ങൾ എന്താണ് ആവശ്യപ്പെട്ടത് നിങ്ങൾ SFIയെ കുറിച്ച് പറയുമ്പോൾ ഇത്ര അസ്വസ്ഥനാണ് എന്തിനാ? ഞങ്ങൾ ആവശ്യപ്പെട്ടത് എന്താ? ഞങ്ങള് നിയമസഭയിൽ ഓൺ റെക്കോർഡാണല്ലോ. ഞങ്ങൾ പറഞ്ഞത് ഈ അവസാനത്തെ കാരിയേഴ്സിനെ പിടിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. കയ്യിൽ അവസാനം ഈ ചെറിയ ക്വാണ്ടിറ്റി കയ്യിൽ വെച്ച ആളുകൾ അപ്പം തന്നെ ജാമ്യത്തിൽ വിടണം. നിങ്ങൾ 2 IG-മാർക്ക് ചുമതല കൊടുക്കണം. സദേൺ റേഞ്ചിലും നോർത്തേൺ റേഞ്ചിലും ഈ എക്സ്ക്ലൂസീവായിട്ട് ഇതിന്റെ ചുമതല കൊടുക്കണം. അവർ കേസ് അന്വേഷിക്കണം. അവർ 25 or 30 കേസെടുത്താൽ അതിന്റെ സോഴ്സ് അന്വേഷിച്ചു പോകണം. സോഴ്സ് എവിടെ നിന്നാണ് ഇത് സപ്ലൈ ചെയ്യുന്നത്? നമ്മൾ കേരളത്തിലേക്ക് സ്പിരിറ്റ് പണ്ട് ഇഷ്ടംപോലെ വരുമായിരുന്നു. എങ്ങനെയാ സ്പിരിറ്റ് കേരളം നിർത്തലാക്കിയത്? സ്പിരിറ്റ് എവിടെ നിന്നാണ് വരുന്നത് എന്ന് കണ്ടുപിടിച്ച് അവരെ അറസ്റ്റ് ചെയ്ത് അവരെ ജയിലിലാക്കിയപ്പോഴാണ് സ്പിരിറ്റ് ലോബി കേരളത്തിലേക്ക് സ്പിരിറ്റ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിച്ചത്. ഇവിടെ ഈ സോഴ്സ് അന്വേഷിച്ച് ഇതുവരെ പോയിട്ടില്ല. ഒരു അന്വേഷണം നടക്കുന്നില്ല. അതിനൊന്നുള്ള സംവിധാനം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനില്ല. അതിന്റെ കൂടെ അവയർനെസ്സിലൂടെ അവരെ വിടുകയാണ്. അവയർനെസ് ഒന്നും നടത്തേണ്ട എക്സൈസ് ഡിപ്പാർട്ട്മെന്റും പോലീസ് ഡിപ്പാർട്ട്മെന്റും അല്ല. അതൊക്കെ വേറെ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ വകുപ്പിനെ, യുവജനക്ഷേമ വകുപ്പിനെ, കായിക വകുപ്പിനെയൊക്കെ ഏൽപ്പിക്കുക. എൻഫോഴ്സ്മെന്റ് ആണ് പ്രധാനം. ആ എൻഫോഴ്സ്മെന്റ് നടത്താൻ എക്സൈസിനെയും പോലീസിനെയും സജ്ജമാക്കി അവർക്ക് പിന്തുണ കൊടുത്ത് ഈ സോഴ്സ് എവിടെ നിന്നാണ് ഇത് വരുന്നത്? കേരളത്തിന് ഉണ്ടാക്കുന്നുണ്ട് എന്നിപ്പോ പറയപ്പെടുന്നുണ്ട്. പക്ഷെ കൂടുതൽ വരുന്നത് കേരളത്തിന് പുറത്തു നിന്നാണ്. ആ സോഴ്സ് കണ്ടുപിടിച്ച് അതില്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഗവൺമെന്റ് നടത്തണം. കേരളത്തിനകത്തേക്ക് ഈ വൻ ക്വാണ്ടിറ്റിയാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഒരു സാധനം, ഏത് ഡ്രഗ് ആവശ്യമുണ്ടെങ്കിലും കേരളത്തിലെ ഏത് കുഗ്രാമത്തിലും ഏത് പട്ടണത്തിലും 10 മിനിറ്റിനും 15 മിനിറ്റിനും ഇടയിൽ കിട്ടും. സാധനം അവൈലബിൾ ആണ്. അപ്പൊ അതിന്റെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അത്ര വലുതാണ്. ഗവൺമെന്റിനും എൻഫോഴ്സ്മെന്റിനും പബ്ലിക് സപ്പോർട്ടോടുകൂടി നടത്തുന്ന ഒരു മൂവ്മെന്റിനും മാത്രമേ അത് കഴിയുകയുള്ളൂ. അല്പനേരം മുമ്പ് SFI ഏരിയ സെക്രട്ടറി പബ്ലിക്കായി ഒന്ന് പറയുകയാണ് മാധ്യമങ്ങളോട്, ഇതിൽ SFIക്ക് പങ്കില്ല, പകരം KSU ആണ്, അവരാണ്. ഞാൻ അതൊക്കെ വല്ല KSUക്കാരും മറുപടി പറയുള്ളൂ. ഞാൻ അതിന് മറുപടി പറയേണ്ട ആളല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. നിങ്ങൾ തന്നെയല്ലേ റിപ്പോർട്ട് ചെയ്ത്. എന്നാൽ പിന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തെല്ലാം നോണയാണ്. അറിയപ്പെടുന്ന ഭാരവാഹികളല്ലേ, എല്ലാവർക്കും അറിയാലോ. 2 കിലോ കഞ്ചാവ് പിടിച്ചു എന്ന് പറഞ്ഞ റൂമിലെ അവിടെ ആദിൽ എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാള് KSUവിന്റെ ആർട്സ് ക്ലബ് സെക്രട്ടറി. നിങ്ങൾ വെറുതെ അതൊന്നും പറയണ്ട. അറസ്റ്റിലായ ആളുകൾ SFIക്കാരാണല്ലോ. SFIയുടെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അറസ്റ്റിലായിട്ടല്ലേ. നിങ്ങൾ ഈ സാധനത്തെ ചെറുതാക്കാൻ നോക്കണ്ട. ഈ സംഭവം ഒരു പ്രധാന പ്രതിയില്ല. നിങ്ങൾ ഈ സംഭവത്തെ ചെറുതാക്കാൻ നോക്കി അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണ്ട. നിങ്ങൾ കൈരളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് SFI നേതാക്കന്മാരെ രക്ഷിക്കാൻ നോക്കണ്ട. SFI നേതാക്കന്മാർ കേരളത്തിലെ ഏത് ക്യാമ്പസിൽ ഈ പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ എല്ലാം ഇൻവോൾവ് ആണ്. അവര് ഉണ്ടെന്ന് ഇൻവോൾവ് ആണ്. പ്രബലരായിട്ടുള്ള ആളുകളുടെ അല്ല. ഇവരുടെ കയ്യിലാണ് നെറ്റ്വർക്ക്. ഇവരാ നെറ്റ്വർക്കിന്റെ ഭാഗമാണ്. അത് നിങ്ങൾ അന്വേഷിച്ചോ. എത്ര സ്ഥലത്തായി? ഒരു സ്ഥലത്താണെങ്കിൽ ഞാൻ പറയില്ല, 2 സ്ഥലത്താണെങ്കിലും ഞാൻ പറയില്ല. ഇത് 1 ഡസനിലധികം സ്ഥലങ്ങളിലായി ഈ വിഷയം ഉണ്ടാകുന്നു. അപ്പൊ പിന്നെ അത് ഒളിച്ചു വയ്ക്കുക. പിന്നെ അവർ വന്നിട്ട് ക്ഷമിക്കണം, നിങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരുടെ മുറിയിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു എന്ന് ക്ഷമിക്കണമെന്ന് അവർ പറയോ? അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആളെ കൊന്നിട്ടേ 52 വെട്ടുവെട്ടി ആളെ കൊന്നിട്ട് ഇത് ഞങ്ങളല്ല ചെയ്തതെന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുത്ത ആളെ അവരുടെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് എന്നോട് പ്രതികരണം ചോദിക്കുക.